എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർച്ച് 1-ാം തീയതിയിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, ഉത്തേജക മരുന്ന് ഉപയോഗത്തെ തുടർന്ന് 4 വർഷം വിലക്ക് ഏർപ്പെടുത്തപ്പെട്ട ഫ്രാൻസിന്റെ ഫുട്ബോൾ താരം ആരാണ്? സംഭവം ഇത്രയേ ഉള്ളൂ. ഉത്തേജക മരുന്ന് യൂസ് ചെയ്ത് 4 വർഷം വിലക്ക് ലഭിച്ച ഫ്രാൻസ് ഫുട്ബോളർ ആരാണ്? പോൾ പോഗ്ബയാണ്. ഓർത്തിരിക്കുക. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയാണ്? സിക്കിമിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയാണ്? രാങ്പോയിലാണ്. എവിടെയാണ്? രാങ്പോ. ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, രാജ്യത്തെ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികളുള്ള സംസ്ഥാനം. രാജ്യത്തെ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികളുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ് ആണ്. 2024 കണക്കുകൾ പ്രകാരമാണ്. സോ ലേറ്റസ്റ്റ് ആണ്. ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓർത്തിരിക്കുക. ക്വസ്റ്റ്യൻ എന്താണ്? രാജ്യത്തെ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. ഓക്കെ. നമ്മുടെ നാലാമത്തെ ചോദ്യം, വംശനാശ ഭീഷണി നേരിടുന്ന കടുവ, സിംഹം, പുള്ളിപ്പുലി, ഹിമപ്പുലി, പ്യൂമ, ചീറ്റ തുടങ്ങിയ പൂച്ച കുടുംബത്തിൽ ഉൾപ്പെടുന്ന മൃഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കുന്ന സംഘടന. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാം. വംശനാശ ഭീഷണി നേരിടുന്ന കടുവ, സിംഹം, പുള്ളിപ്പുലി, ഹിമപ്പുലി, പ്യൂമ, ചീറ്റ തുടങ്ങിയ പൂച്ച കുടുംബത്തിൽ ഉൾപ്പെടുന്ന മൃഗങ്ങളുടെ സംരക്ഷണത്തിന് ഇന്ത്യയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കുന്ന സംഘടന ഏതെന്നാണ് ചോദ്യം. സംഘടന ഏതാണ്? ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്. ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് ആണ് IBCA. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓർത്തിരിക്കുക. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI പ്രൊസസർ ഏതാണ്? കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രൊസസർ ആണ് ഇത്. കൈരളി. ഓർത്തിരിക്കുക. ഇതും എന്താണ്? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. AI ബേസ് ചെയ്ത് നമ്മൾ കറണ്ട് അഫയേഴ്സിൽ ഒരു 3-4 ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെച്ചേക്കാം. മേ ബി ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. നമ്മുടെ ആറാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി സംഘടിപ്പിക്കുന്ന സ്വയം പ്രതിരോധ പരിശീലന പരിപാടി. ചോദ്യം ഒരിക്കൽ കൂടെ വായിക്കാം. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി സംഘടിപ്പിക്കുന്ന സ്വയം പ്രതിരോധ പരിശീലന പരിപാടിയാണ് ഏത്? ജ്വാല 2.0. ഏതാണ്? ജ്വാല 2.0. ഓക്കെ. ഇതും എന്താണ്? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്നത്തെ എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ഏഴാമത്തെ ചോദ്യം, എൻഡോസൾഫാൻ ദുരിത ബാധിതരുടെ സമ്പൂർണ്ണ പുനരധിവാസം ലക്ഷ്യമിട്ട് സാമൂഹിക നീതി വകുപ്പ് വിഭാവനം ചെയ്ത എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമ്പൂർണ്ണ പുനരധിവാസം ലക്ഷ്യമിട്ട് സാമൂഹ്യ നീതി വകുപ്പ് വിഭാവനം ചെയ്ത എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം ഏതാണ്? സഹജീവനം സ്നേഹഗ്രാമം. സഹജീവനം സ്നേഹഗ്രാമമാണ്. ഇതും എന്താണ്? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓർത്തിരിക്കുക. നമ്മുടെ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ആരാണെന്നോട് ഓർത്തിരിക്കുക. ആരാണ്? R ബിന്ദു ആണ്. മന്ത്രിമാരിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരും. സോ കേരളത്തിലുള്ള എല്ലാ മന്ത്രിമാരുടെയും പേര് എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചേക്കാം. നമ്മൾ അതിന്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ലഭ്യമാകുന്നതായിരിക്കും. ഓക്കെ. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിച്ചു. വീഡിയോയുടെ നോട്ട്സിന് വേണമെങ്കിൽ നമ്മുടെ റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഫെബ്രുവരി 1 മുതൽ 29 വരെയുള്ള ദിവസത്തെ കറണ്ട് അഫയേഴ്സിന്റെ നോട്ട്സ് ഒറ്റ PDF ആയിട്ട് നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇന്ന് തന്നെ. അപ്പൊ നോട്ട്സ് വേണ്ടവർ എന്ത് ചെയ്യുക? എത്രയും പെട്ടെന്ന് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. LDCയുടെ ക്ലാസ് ഫ്രീ ആയിട്ടാണ് നമ്മുടെ ആപ്ലിക്കേഷനിൽ പോകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? എത്രയും പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ. എത്ര ആപ്പുകൾ നിങ്ങളുടെ ഫോണിൽ കിടക്കണം? അപ്പൊ അതിൻ്റെ കൂടെ ഒരു 10-30 MB ഉള്ള നമ്മുടെ ആപ്ലിക്കേഷനോട് അങ്ങ് ഡൗൺലോഡ് ചെയ്തിട്ട് ക്ലാസ്സുകൾ കേൾക്കാം. ഓക്കെ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. താങ്ക് യു.